ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വയനാട് വ്ളോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് നമ്മൾ മോർണിംഗ് ആണ് കയറാൻ പോകുന്നതെന്നുള്ളത്. ആക്ച്വലി ഞങ്ങൾ അന്ന് രാത്രി കുറച്ച് ദൂരം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇത്രയും ഡിലേ ആവാൻ കാരണം എൻ്റെ മടി തന്നെയാണ്. സോ ഞങ്ങളൊരു 11 മണിക്ക് എണീറ്റ് നമ്മൾ ഫ്രഷപ്പായി മുത്തങ്ങയൊക്കെ ഒന്ന് കറങ്ങി, എന്നിട്ട് നമുക്ക് ആനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കയറി ഞങ്ങൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വരെ എത്തി. അപ്പോൾ ഈ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി. ഇതിനകത്ത് ഒരു മാൻകുട്ടീനെ കാണുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ, അതായത് ഇത് കഴിഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ വരുന്നുണ്ട്, അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് മാനുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷെ അടുത്തേക്ക് പോകുന്തോറും ഇവർ ഓടി രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് ഞാനിതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂരൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. ഈ ഒരു സ്ഥലത്ത് ആന വരലുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് മുത്തങ്ങയിൽ തന്നെ ഉള്ളതാണേ. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് റംബൂട്ടാൻ അങ്ങോട്ട് കത്ത കാറ്റ് അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞോളാം. എന്താണെന്നറിയില്ല, ഞാവൽപ്പഴം റംബൂട്ടാനൊക്കെ കണ്ടപ്പോൾ തിന്നാനൊരു കൊതി. അപ്പോൾ പിന്നെ ഞങ്ങളതങ്ങ് മേടിച്ച്, അതും മേടിച്ച് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ടായിരുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നത് കുറച്ച് സ്പോർട്സൊക്കെ കവർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇതെനിക്ക് തോന്നുന്നു അമ്പലവയലാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലവയൽ വ്യൂ പോയിൻ്റ് അങ്ങനെ എന്തോന്ന് പറയും ഇവിടെ ഞങ്ങൾ ഇറങ്ങി നടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് മഴ പെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടി വണ്ടി കയറി. അങ്ങനെ മഴ കാരണം ഞങ്ങൾക്ക് അധികം സ്പോട്ടൊന്നും കവർ ചെയ്യാനും പറ്റില്ല. കവർ ചെയ്ത സ്പോട്ട്സ് ഇട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഒരു ഡാമിലേക്കാണ്. എനിക്ക് തോന്നുന്നത് ഇത് ബാണാസുര ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ തന്നെ അനുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെയും കവർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനലി ചൂരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സ്പോട്ട് കവർ ചെയ്തായിരുന്നു. പക്ഷെ മഴ കാരണം ഞങ്ങൾക്ക് അവിടെ കയറാൻ വേണ്ടി പറ്റിയില്ല. ഏകദേശം എത്താനായിട്ട് കുറച്ചും കൂടി. കുറേ റീലൊക്കെ കണ്ടിട്ടാണ് ഞാനും ചൂരൽമലയിലേക്ക് പോകണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന ഈ വഴികളിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണ് അവിടെ നിന്നൊക്കെ കാണാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അവിടെ എത്തിയത് കണ്ടതോടുകൂടി എനിക്കത് തീർന്നെന്നായി. ലിറ്ററലി ഗൈസ്, ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ 5 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടായി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന സ്ഥലത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. റീല് കണ്ട് ഒരാളും ഇങ്ങോട്ട് പോകരുത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവിടെ തന്നെ ഒരാൾ പറയുന്നത്. നമുക്ക് അതെവിടെയാ? അത് ഇവിടുന്ന് കുറെ പോകണമെന്നുണ്ട്. സിപ്ലൈന് അവിടെ ഹൃദയഭൂമി എന്ന് ഇപ്പൊ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നൊന്നുമില്ല അല്ലേ? താഴേക്ക് ആ സ്കൂളിലേക്കൊന്നും. നിങ്ങള് എവിടെ ഉള്ളതാ? ഇവിടെ ഉള്ളതാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അധികം വീഡിയോസോ ഫോട്ടോസോ എടുക്കാനായിട്ട് എനിക്ക് അവിടെ നിന്ന് തോന്നിയില്ല. പിന്നെ ഇവനെ കണ്ടതിന് ശേഷമാണ് വണ്ടിയിലുള്ള സൈലൻസ് ഒക്കെ ഒന്ന് മാറി തുടങ്ങിയത്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ആ അമ്മേൻ്റെ വാക്കുകൾ ഓരോന്ന് കേട്ട ശേഷം എനിക്ക് പേഴ്സണലി തോന്നിയത്, ഞാൻ പല ക്യാപ്ഷൻസായിട്ട് വായിച്ചൊരു കാര്യമാണ്, ആ ഭൂമിയിൽ ഇന്നും ചെവി അമർത്തി കിടന്നാൽ ആരെയൊക്കെയോ കരച്ചിൽ കേൾക്കാമെന്ന്. അതെനിക്ക് അവിടെ പോയപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും വീഡിയോ കണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് സ്വയം അപകടം വിളിച്ചു വരുത്തരുത്. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അതിൻ്റേതായിട്ടുള്ള റീസൺസും ഉണ്ട്. സോ ആരും അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തോടു കൂടി പോവരുത്. പോയിട്ട് സ്വയം അപകടം വിളിച്ചു വരുത്തരുത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഗാന്ധി ഗ്രാമത്തിലൊന്ന് കയറിയിട്ടുണ്ടായി. വെറുതെ കയറിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഫൈനലി ഞങ്ങൾ വയനാട്ടിൽ നിന്ന് നേരെ തിരിച്ച് ഞങ്ങളെ നാട്ടിലേക്ക്. ബാക്കിയുള്ളതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.